ഒരു സലൂൺ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതും വ്യക്തമായിട്ട് നമ്മൾ ഈ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും എങ്ങനെ ഈ കോഴ്സ് ഓൺലൈനായിട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഹൈജീനിക് ആൻഡ് റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഓൺലൈനും ഓഫ്ലൈനും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓൺലൈനിന് കുട്ടികളാണ് ഓഫ്ലൈനെക്കാട്ടിലും എപ്പോഴും നല്ലതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ലൈവ് ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും പക്കയായിട്ട് പഠിക്കാൻ പറ്റും. അതായത് അവർക്ക് ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും, അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബർത്ത്ഡേ, അതേപോലെ എന്താ പറയുക 28, അങ്ങനെ 9 മാസം, അങ്ങനെ കല്യാണം, എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ഫങ്ഷൻ. പിന്നെ നമുക്കറിയാം അല്ലേ, ഒരു സ്ത്രീക്കാണ് മറ്റൊരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മാത്രമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിത് ജോലി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരുങ്ങാൻ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കോഴ്സ് എടുത്താൽ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ പേര് രജനി. ഞാൻ ബ്യൂട്ടീഷ്യൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പം നമ്മുടെ എൻട്രി പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന കോഴ്സാണ് അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനസ്. ഈ കോഴ്സിൽ നമ്മൾ സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും ഡീപ്പായിട്ട്, അതായത് സ്കിന്ന്, ഹെയർ, മേക്കപ്പ്, പിന്നെ സാരി ഡ്രൈപ്പിംഗ്, ഇത്രയും കാര്യങ്ങൾ നല്ല ഡീപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് നമുക്ക് അറിയാം അല്ലേ, ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് കാണപ്പെടുക എന്നുള്ളതാണ് ഒരാളുടെ എന്താ പറയുക ആവശ്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടീഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഏത് കാര്യം എടുത്താലും, ഇപ്പോൾ ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരു പാർട്ടി ആയിക്കോട്ടെ, ഇനി ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ നല്ല മാക്സിമം നമ്മുടെ കഴിവ് തെളിയിക്കാനും പറ്റും, നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ നല്ല നോളേജ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു മേക്കപ്പ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് സ്കിന്നിനെ കുറിച്ച് നന്നായിട്ട്, അതായത് ഏത് സ്കിന്നാണ് ഒരാളുടെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 100% നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാമല്ലേ, മറ്റുള്ളവർ മേക്കപ്പ് ചെയ്യാൻ കുറച്ചൊക്കെ എന്തെങ്കിലും അറിയുന്നവർ ചെയ്യുന്നതും നന്നായിട്ട് അറിയുന്നവർ ചെയ്യുന്നതും തമ്മിലുള്ള മാറ്റം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ സ്കിൻ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്കിന്നിന് ഏത് ക്രീമാണ് അല്ലെങ്കിൽ ഏത് ഫൗണ്ടേഷനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് ഈ കോഴ്സിൽ നമ്മൾ സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് സ്കിൻ അനാട്ടമി, അതേപോലെ ഹെയർ അനാട്ടമിയും നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. എൻട്രി നടത്തുന്ന 8 മാസം ദൈർഘ്യമുള്ള അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനസ് കോഴ്സിൽ നമുക്ക് സ്കിന്ന്, ഹെയർ, മേക്കപ്പ്, സാരി ഡ്രൈപ്പിംഗ്, പിന്നെ ഗ്രൂമിങ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമ്മൾ സ്കിന്നിൽ വരുന്നത് സ്കോപ്പ് ഓഫ് ബ്യൂട്ടി, പിന്നെ അതേപോലെ സ്കിൻ അനാട്ടമി, സ്കിൻ ഡിസോർഡർ, സ്കിൻ ഫങ്ഷൻസ്, പിന്നെ ക്ലീനപ്പ്, ബ്ലീച്ച്, ഫേഷ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട്, തെർമോ ഹെർബ് മാസ്ക്, വെജ് പീല്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് സ്കിന്നിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയറിൽ ഇതേപോലെ തന്നെ ഹെയർ സ്ട്രക്ചർ, ഹെയർ ഡിസോർഡർ, പിന്നെ നമ്മൾ ഹോട്ട് ഓയിൽ, ഹെന്ന, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, കെരാറ്റിൻ, നാനോപ്ലാസ്റ്റിയ, എല്ലാ കാര്യങ്ങളും, അതായത് ഹെയർ സ്പാ, ഹെയർ കളറ്, ഹെയർ കട്ടിങ്ങുകൾ, സ്ട്രെയിറ്റ്, UV ലെയർ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഹെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മേക്കപ്പ് ഇതേപോലെ HD മേക്കപ്പ് ആൻഡ് ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് വരുന്നത്. പിന്നെ മേക്കപ്പിൽ നമ്മൾ പിന്നെ കോണ്ടൂറിങ്, ബ്ലഷ്, പിന്നെ ഐലാഷ് ഫിക്സിങ്, ഐലൻസ് ഫിക്സിങ്, പിന്നെ ഓർണമെൻറ്റ് സെറ്റിങ്, ഫ്ലവർ സെറ്റിങ്, എല്ലാ കാര്യങ്ങളും, എല്ലാ A to Z കാര്യങ്ങൾ നമ്മൾ മേക്കപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പ്രൊഡക്റ്റ് നോളജ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. പിന്നെ ഹെയർ അയണിങ്, ഹെയർ ക്രിമ്പിങ്, പിന്നെ ഹെയർ സ്റ്റൈൽസ്, നമുക്ക് ബ്രൈഡിന് വേണ്ട ഹെയർ സ്റ്റൈൽസും നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ സാരി ഡ്രൈപ്പിംഗ് നമ്മൾ 3 തരത്തിലുള്ള സാരി ഡ്രൈപ്പിംഗ് ഉണ്ട്. അതായത് നോർമൽ സാരി, ബ്രൈഡൽ സാരി, പിന്നെ ഓപ്പൺ പ്ലേറ്റ്, ഇതേപോലെ 3 തരത്തിൽ സാരി ഡ്രൈപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രൂമിങ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ്
സലൂൺ മാനേജ്മെൻറ്റ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രൂമിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരു പാർലർ തുടങ്ങുന്ന ഒരാൾക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഗ്രൂമിങ് ആൻഡ് പേഴ്സണാലിറ്റിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സലൂൺ മാനേജ്മെൻറ്റ്, ഒരു സലൂൺ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതും വ്യക്തമായിട്ട് നമ്മൾ ഈ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഹൈജീനിക് ആൻഡ് റൂമൊക്കെ ക്ലീനാക്കി വെക്കുന്നതും ഒക്കെ നമ്മൾ ക്ലിയറായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും എങ്ങനെ ഈ കോഴ്സ് ഓൺലൈനായിട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് തികച്ചും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമ്മൾ കുട്ടികളോട് ക്ലാസ്സിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. വീഡിയോ കണ്ടിട്ട് അവർക്ക് അതിലുള്ള സംശയങ്ങളായിരിക്കും അവർക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ക്ലാസ് എടുക്കുകയും കൂടി ചെയ്യുമ്പോൾ അവർക്ക് പക്കയായിട്ട് അത് മനസ്സിലാവാറുണ്ട്. പിന്നെ ഹെയർ കട്ടിങ്ങും നമ്മൾ ത്രെഡിങ്ങും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് ഒരു ഡമ്മി വാങ്ങിക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഹെയർ കട്ടിലൊക്കെ നമ്മൾ ഡമ്മിയിലാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളത്. പിന്നെ എല്ലാവരും ചോദിക്കും ത്രെഡിങ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത്. ത്രെഡിങ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ കയ്യിലെയോ കാലിലെയോ ചെറിയ ചെറിയ രോമങ്ങളാണ് നമ്മൾ നീക്കം ചെയ്യാൻ അവരെ കൊണ്ട് പഠിപ്പിക്കുക. പിന്നെ നമ്മൾ നാളികേരത്തിലെ രോമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതിന് ശേഷമാണ് നമ്മൾ ത്രെഡിലേക്ക് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ക്ലാസ്സിൽ കറക്റ്റായിട്ട് നൂല് പിടിക്കുന്നതെല്ലാം അവർക്ക് ലൈവായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ലൈവ് ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും പക്കയായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഓൺലൈനും ഓഫ്ലൈനും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓൺലൈനിന് കുട്ടികളാണ് ഓഫ്ലൈനെക്കാട്ടിലും എപ്പോഴും നല്ലതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളതും. അതായത് അവർക്ക് ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ കോഴ്സിൽ ഇതേപോലെ തന്നെ 2 റെക്കോർഡുണ്ട്. അതായത് ഒന്ന് ഹെയറിനും ഒന്ന് സ്കിന്നിനും. അപ്പോൾ ഈ റെക്കോർഡും അസൈൻമെൻറ്റും നമ്മൾ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറയുമ്പോൾ കുട്ടികൾ അത് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ക്ലാസ്സിൽ നോട്ട് കുട്ടികൾക്ക് ക്ലാസ് നോട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് PDF ആയിട്ട് അവർക്ക് നോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോഴേക്ക് പക്കയായിട്ട് അവർ പഠിക്കാറുണ്ട്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ഓൺലൈൻ പഠിച്ച കുട്ടികളാണ് കൂടുതലായിട്ടും പാർലറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓഫ്ലൈൻ ചെയ്യുന്നില്ല എന്നല്ല, ഓഫ്ലൈനെക്കാട്ടിലും കൂടുതൽ മനോഹരമായിട്ട് അവർ പഠിക്കാറുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതേപോലെ ഒരു ബ്യൂട്ടി പാർലർ, ഒന്നാമത് നമുക്ക് ബ്യൂട്ടി പാർലർ ഒരു എൻ്റർപ്രണറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അല്ല, നമുക്ക് ബ്യൂട്ടി പാർലറിൽ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം, ഹെയർ സ്റ്റൈലിസ്റ്റ് ആവാം, പിന്നെ ബ്യൂട്ടി അനലൈസർ ആവാം. പിന്നെ നമുക്ക് ഈ ബ്യൂട്ടി ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബ്യൂട്ടി അഡ്വൈസറായിട്ട് നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലും പിന്നെ TV-യിൽ ഒക്കെ ധാരാളമായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ ഫീൽഡിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫങ്ഷൻസ് ആണല്ലേ ഇപ്പോൾ എല്ലാം, ബർത്ത്ഡേ, അതേപോലെ എന്താ പറയുക 28, അങ്ങനെ 9 മാസം, അങ്ങനെ കല്യാണം, എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ഫങ്ഷൻ. അപ്പോൾ എല്ലാവരും ഒരുങ്ങാൻ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കോഴ്സ് എടുത്താൽ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഓൺലൈൻ കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ മക്കളുണ്ടാവും വീട്ടിൽ, പിന്നെ കുറേ ദൂരമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഓൺലൈൻ കോഴ്സ് വളരെ നല്ലതാണെന്നാണ് ഞാൻ പറയുക. അത് എന്തായാലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങളെ ഈ കോഴ്സ് സഹായിക്കും. പിന്നെ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഓൺലൈൻ കോഴ്സ് പഠിച്ചിട്ട് ഇഷ്ടം പോലെ കുട്ടികൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ സ്വന്തം ഏണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം അല്ലേ, ഒരു സ്ത്രീക്കാണ് മറ്റൊരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മാത്രമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിത് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഞാൻ ഇതിന് മുന്നേ GITDയിൽ അതേപോലെ ജൻശിക്ഷൺ സംസ്ഥ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈനായിട്ട്. പക്ഷേ അവിടെയൊക്കെ പഠിച്ച കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഓൺലൈനായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് പാർലർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും അവർ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നതും എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് എൻട്രിയുടെ ഈ ഒരു കോഴ്സ്. അപ്പോൾ ഇത് പഠിക്കുന്നതിലൂടെ ഇത്ര കുറഞ്ഞ ഫീസിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോഴ്സിന് പറ്റും. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് പുറമേ പോകേണ്ട ആവശ്യമില്ല, മക്കളെ നോക്കാതിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എൻട്രി മസ്റ്റാണ്.